എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആർക്കാണ് എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ മന്ത്രിസഭ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള വലിയ എഫർട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ ഇൻ്റർനാഷണൽ കപ്പൽ പാതയുടെ 10 നോട്ടിക്കൽ മൈൽ സമീപത്തുള്ള ഒരു തുറമുഖം പ്രകൃതിദത്തമായി തന്നെ ഒട്ടേറെ സവിശേഷതകളുള്ള, ഒരുപക്ഷെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇത്രയേറെ സവിശേഷതകളുള്ള ഒരു തുറമുഖം മറ്റൊന്നില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇതിൻ്റെ വിദഗ്ധർ തന്നെ, സബ്ജക്റ്റ് എക്സ്പേർട്സ് തന്നെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ തുറമുഖത്തിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ പിതൃത്വത്തിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഒട്ടേറെ ചർച്ചകൾ നടന്നതുകൊണ്ട് ആ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജഭരണകാലം മുതലേ ഇതിൻ്റെ ആലോചനകളെ സംബന്ധിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ചില ആളുകൾ തുറന്നു പറയുന്നത്. പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ, കേരളത്തിൽ വന്ന ഗവൺമെൻറ്റുകൾ ഇതിൻ്റെ സാധ്യതയെ സംബന്ധിച്ച് ആരായുകയും ഈ തുറമുഖം ഇവിടെ എസൻഷ്യലാണ് എന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ, അതിൻ്റെ അധ്യക്ഷ പ്രസംഗം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൻ്റെ സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി സൂചിപ്പിച്ച ഒരു വാചകമുണ്ട്: അങ്ങനെ ഞങ്ങൾ ഇത് നേടി. ഇത് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിൻ്റെ, ചാരിതാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനമായി ഉയർന്ന വാക്കുകളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ എഫർട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട്. കുരുക്കിയിട്ടിരുന്ന ഒരു എഗ്രിമെൻറ്റിൽ നിന്നും കഴിഞ്ഞ 9 വർഷക്കാലമായി 1 രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഇതിനകത്ത് കിട്ടിയിട്ടില്ല. നമുക്കറിയാം, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്നുള്ള നിലയിൽ 817 കോടി രൂപ ഇന്ത്യ മഹാരാജ്യത്തെ 73 പദ്ധതികൾക്കാണ് ഇന്ത്യ ഗവൺമെൻറ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു തീർത്തിട്ടില്ല. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകിയിട്ടുള്ളത് അതിൽ ഒരിടത്ത് മാത്രമാണ്, ബാക്കി എല്ലാ ഇടങ്ങളിലും ഗ്രാൻഡാണ്. ഒരേ ഒരു സ്ഥലത്തു നിന്ന് മാത്രമാണ് തിരിച്ച് അത് ലോൺ അടയ്ക്കേണ്ടി വരുന്നത്. അത് ഈ കൊച്ചു കേരളത്തിലാണ്. ഇവിടെ ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത്, ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും സോമാലിയ എന്ന് വിളിച്ചാക്ഷേപിച്ച ഈ കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് ഈ കേരളത്തിൻ്റെ സവിശേഷതയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പദ്ധതി നാടിന് സമർപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സമർപ്പിച്ചപ്പോൾ അത് ഈ കേരളത്തിൻ്റെ ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമായി ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ പദ്ധതിയെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അമിത അവകാശവാദങ്ങൾ, അത് ഓരോരുത്തരും അവരവർക്ക് യുക്തമായ രീതിയിൽ അവരവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കും. ആ അവകാശവാദങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ കൃത്യമായി ജനങ്ങൾക്കറിയാം ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ വെച്ചാണ് ഇത് സ്പീഡായി വരുന്നത്, എവിടെ നിന്നാണ് ഇതിനൊരു ഇന്ന് കാണുന്ന രൂപത്തിലുള്ള തുടക്കമുണ്ടായത്, ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഈ പദ്ധതിയെ മാറ്റിയതാര് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ജനങ്ങൾക്കറിയാം. അതായത് കോൺഗ്രസ് സർക്കാരിന് പങ്കില്ല എന്ന് പൂർണ്ണമായി പറഞ്ഞ് അവശേഷിപ്പിക്കുകയാണ്. അല്ല, ഞാൻ ഈ കോൺഗ്രസ് സർക്കാരിന് പൂർണ്ണമായി, ചില ആളുകൾ ഈ അന്ധമായ രാഷ്ട്രീയ കണ്ണട വെച്ച് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് സർക്കാരിന് പൂർണ്ണമായി പങ്കില്ല. ഇതിൻ്റെ എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. പക്ഷേ ആ എഗ്രിമെൻ്റ് ഒന്ന് സൂക്ഷിച്ച് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു കാരണവശാലും പിന്നീട് ഈ എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത വിധത്തിൽ കൗശല ബുദ്ധി ഈ എഗ്രിമെൻറ്റിനകത്ത് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ശരി.